മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കയറി വന്നു. സഹാബത്തിന്റെ ഇടയിൽ കയറി വന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, സൂറത്തു തകാസുർ ഓത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സഹാബിയോട് പറഞ്ഞു, സൂറത്തു തകാസുർ ഓത്. സഹാബി അങ്ങോട്ട് ഓതാൻ തുടങ്ങി. മുത്തുനബി കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയാൻ തുടങ്ങി. സഹാബികൾ മുഴുവൻ ഇങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കാം. മുത്തുനബി ഇരുന്ന് കരഞ്ഞു. ഓതി അങ്ങോട്ട് തീർന്നപ്പോ ചോദിച്ചു, നിങ്ങൾ ആരും കരയാത്ത എന്താ? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല, ഒന്നുകൂടെ ഓതു. സ്വഹാബി അവിടെ നിന്ന് രണ്ടാമത് മോദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു. കരയുന്നത് കണ്ടപ്പോ ചില സഹാബികൾ കൂടെ കരഞ്ഞു. ഓതി കഴിഞ്ഞപ്പോ പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ എന്താ കരയാത്തത്? കരച്ചിൽ വരുന്നില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അഭിനയിക്കുക, നിങ്ങൾ കരയണ്ട, കരയുന്നവരെ പോലെ നിങ്ങൾ അഭിനയിക്കുക. മൂന്നാമത് മോദി. സ്വഹാബത്ത് ഓതി, മുത്തുനബി ഓതി. അള്ളാഹുവിന്റെ റസൂലും കൂടെ ഇരുന്നവർ കരയേണ്ടവർ കരഞ്ഞു, അല്ലാത്തവർ അഭിനയിച്ചു. പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിച്ചാൽ മതി, അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുമോ? ഒന്ന് അഭിനയിക്കാനെങ്കിലും പറ്റുമോ? കരയണ്ട, ഒന്ന് കരയുന്നവരെ പോലെ നിങ്ങൾ ഒന്ന് അഭിനയിക്കുക. അഭിനയിച്ചാൽ അള്ളാഹു നിന്റെ ദുനിയാവ് ആഖിറവും രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കരയൂ. അഭിനയിക്കുവോ? അഭിനയിക്കോ? കരയണമെന്ന് ഞാൻ പറയൂല, അതിന് നമ്മളെ കൊണ്ട് പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന് യോഗം വേണം. അള്ളാഹുവേ, ലോകത്ത് ആദ്യമായിട്ട് ഒരു സ്വഹാബിക്ക് അറ്റാക്ക് വന്ന് മരിച്ചു. ഒരു സ്വഹാബി ഹൃദയം പൊട്ടിയിട്ട് മരിച്ചു. എങ്ങനാ മരിച്ചേ? എന്ത് ചെയ്തിട്ടാ മരിച്ചത്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തകാസുർ ഓതുന്ന കേട്ടപ്പോഴാ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചേ. നമ്മളോ മട്ടൻ മന്തിയും ആ മന്തിയും ഈ മന്തിയും തിന്നിട്ട് കൊഴുപ്പ് കൂടിയിട്ട് നമ്മൾ മരിക്കും. നമുക്ക് അറ്റാക്ക് വരും. തിന്നിട്ട് നമ്മൾ കഴിച്ചിട്ട് അവസാനം നമുക്ക് അറ്റാക്ക് വന്ന് മരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു തകാസുർ, അൽഹാകുമുത് തകാസുർ ഓതി നോക്ക്. അതിന്റെ അർത്ഥം വായിച്ചു നോക്ക് പോയിട്ട്. ഏത് നന്നാകാത്തവനും നന്നാകും, ഏത് തലതിരിഞ്ഞവനും നന്നാകും. ഈ സൂറത്ത് ഓതിയാ മതി. അവന്റെ തലയിൽ ഓതിയിട്ട് ഊത്. ഉസ്താദേ, ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. അവനെ പിടിച്ചിരുത്തിയിട്ട് ഈ സൂറത്ത് ഓതിയിട്ട് അവന്റെ തലയുടെ നെറ്റിയിൽ ഊതിക്കൊടു, അവൻ നന്നാകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തു തകാസുർ ഓത് സഹോദര. എന്തേ കരയും? നമ്മൾക്ക് എന്തേ പറ്റാത്തെ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നമുക്ക് കരയാൻ പറ്റുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതിയിട്ട് കരഞ്ഞു മരിച്ചുപോയി എത്രയോ സ്വഹാബത്തിന്റെ കഥ കേട്ടവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു, മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ ഒരു അടിമയുണ്ടായിരുന്നു. അല്ലാഹുവേ, ജനങ്ങൾ വന്നിട്ട് ഇമാം മാലിക് തങ്ങളോട് പറയുന്നു, തങ്ങളെ, അങ്ങയുടെ വീട്ടിലുള്ള അടിമയുണ്ടല്ലോ, അവന് കള്ളനാണ് തങ്ങള്, അവന് കള്ളനാണ് തങ്ങള്. മാലിക് തങ്ങൾ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അവന് കള്ളനാണെന്ന് പറയുന്നത്? ജനങ്ങൾ പറഞ്ഞു, ആ മനുഷ്യന് പള്ളിപ്പറമ്പിൽ പോകുന്നുണ്ട്, അത് എല്ലാ ദിവസവും പോകാറില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ പള്ളിപ്പറമ്പിലേക്ക് പോകുകയാണ്. നിങ്ങൾക്ക് സംശയമുണ്ട് കഫംതുണി മോട്ടിക്കാൻ പോകുന്നതാണെന്ന്. ഇമാം മാലിക് തങ്ങളോട് തന്റെ ജനത വന്ന് പറയുമ്പോ, അവിടെ തന്റെ അടിമയെ കുറിച്ച് കള്ളനാണെന്ന് പറയുമ്പോ ഇമാം മാലിക് തങ്ങൾക്ക് വലിയ സങ്കടമായി. എന്തിനാണ് പടച്ചവനെ എന്റെ അടിമ ഖബറിലേക്ക് പോകുന്നത്? അതും ആരെങ്കിലും മരിച്ചാൽ ദിവസം മാത്രമേ പോകാറുള്ളൂ. അങ്ങനെ പടച്ചവനെ ഇമാം മാലിക് തങ്ങൾക്ക് സംശയമായി. പടച്ചവനെ, ആരെങ്കിലും ഒന്ന് മരിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാ. അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞു. ഒരു മനുഷ്യൻ മരണപ്പെടുകയാണ്. മയ്യത്തെല്ലാം കൊണ്ടുപോയി കബറടക്കി. രാത്രിയായി. ഇമാം മാലിക് തങ്ങൾ ഉറങ്ങുന്നത് പോലെ കിടക്കുകയാണ്. ഇമാം മാലിക് തങ്ങൾ ഉറങ്ങി എന്ന് മനസ്സിലാക്കുമ്പോ അടിമ എഴുന്നേൽക്കുകയാ.
എന്നിട്ട് പള്ളിപ്പറമ്പിലേക്ക് പോകുകയാണ്. പടച്ചവനെ ഇമാം മാലിക് തങ്ങളെ പുറകെ പോവുകയാ. ഈ മനുഷ്യൻ പള്ളിയുടെ ഒരു മൂലയിലേക്ക് കടന്നു തന്നോ ഒരു ചങ്ങല എടുക്കുകയാ. എന്നിട്ട് പടച്ചവനെ അന്ന് കുഴിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് പോയി. ആ ഖബറിന്റെ ചാരത്ത് പോയിട്ട് മുട്ടുകുത്തിയിരിക്കുകയാണ്. രണ്ട് കയ്യും ചങ്ങല കൊണ്ട് കെട്ടുകയാണ്. ഇമാം മാലിക് തങ്ങൾ നോക്കുമ്പോ രണ്ട് കയ്യും ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് ഈ മനുഷ്യനാ ഖബറിന്റെ ചാരത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ ഖബറിന്റെ അകത്ത് അല്ലാഹുവേ വിചാരണ നടക്കുകയാ. ഈ മനുഷ്യന്റെ ഒന്നാമത്തെ രാത്രിയാണ്, ജീവിതത്തിലെ ഖബറിലെ ഒന്നാമത്തെ രാത്രിയാ. ഈ മനുഷ്യന്റെ ഖബറിന്റെ അകത്ത് വിചാരണ നടക്കുകയാണ്. റബ്ബേ, ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഏക സ്ഥലം ഖബറാണല്ലോ. എന്തേ നമ്മൾ ചിന്തിക്കാത്തത്? ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ട്. ദുനിയാവിലാണെങ്കിലും പരലോകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും. പക്ഷേ ഈ സിറാജ് ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഇന്ന് എന്റെ ഭാര്യയുണ്ട്, എന്റെ ഉമ്മയുണ്ട്, കൂടപ്പുറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പടച്ചവനെ, പരലോകത്ത് സിറാജ് മാത്രമല്ല, അല്ലാഹ് എനിക്ക് സ്വർഗം തന്ന സ്വർഗവാസികളുണ്ട്, നരകത്തിലാണെങ്കിൽ നരകവാസികളുണ്ട്. എവിടെ ചെന്നാലും കൂട്ടുകാരുണ്ട്, കൂട്ടിനാളുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ? ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്. അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. പള്ളിപ്പറമ്പിൽ പോകടാ, പല പള്ളിയിലും ഖബർ കുടിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് പോയിട്ട് നോക്കുമോനെ, ഖബറിന്റെ ആഴമൊന്ന് നോക്കടാ. പേടിയല്ലേ നിനക്കിറങ്ങാൻ? ധൈര്യമുണ്ടെങ്കിലും ഇറങ്ങണം. ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ടൊന്ന് കടന്നു നോക്കണം. ചെറുപ്പക്കാരാ, പേടിയാടാ നിനക്ക്? ഞാൻ കിടന്നിട്ടുണ്ട് സഹോദരാ, ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പോയിട്ടൊന്ന് കടന്നു നോക്കണം. അല്ലാഹുവേ, ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്. അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമിൽ ഒരുക്കുണ്ട്. കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? നിന്റെ അഹങ്കാരം മുഴുവനും തീരുവടാ, നിന്റെ സർവ്വഹങ്കാരം തീരും. പള്ളിപ്പറമ്പിൽ പോയിട്ട് ഖബറിന്റെ അകത്തുനിന്ന് ഇറങ്ങി നിന്ന് നോക്കിയാ മതി. എങ്ങനെ കേറുവടാ ചെറുപ്പക്കാരാ. മോനെ, മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹു തന്റെ അടിമയാ ഖബറിന്റെ ചാരത്ത് പോയിട്ട് കയ്യിൽ ചങ്ങല കെട്ടിയിട്ട് അല്ലാഹുവോട് പറയുന്നു, പടച്ചവനെ, ഇപ്പൊ ഇതിനകത്ത് ചോദ്യം നടക്കുകയാ. ഈ മനുഷ്യൻ ഏകനാണ് റബ്ബേ, ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് കിടക്കുകയാണ് റബ്ബേ. ഞാനും ഒരു ദിവസം ഇതുപോലെ എന്നെ എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടുമല്ലോ. ഞാനും ഖബറിന്റെ അകത്ത് വന്ന് കിടക്കേണ്ടവനാണ്. എന്റെ കയ്യിൽ നിസ്കാരമില്ല, എന്റെ കയ്യിൽ പടച്ചവനെ ഒരുപാട് സദക്ക ചെയ്ത പ്രതിഫലമില്ല, ഒരുപാട് നന്മകൾ എന്റെ കയ്യിലില്ല റബ്ബേ. ഞാൻ പാവപ്പെട്ടവനാണ് റബ്ബേ, ഞാൻ പാവപ്പെട്ടവനാണ് റബ്ബേ. എന്റെ കയ്യിൽ ഒന്നുമില്ല അല്ലാ. പക്ഷേ ഖുർആനോദിയിട്ട് കരഞ്ഞ, നിന്നെ ഭയന്നിട്ട് കരഞ്ഞ അവനെ നരകം തൊടില്ലല്ലോ അല്ലാ. അതുകൊണ്ട് പാതിരാത്രിയിൽ ഖബറിന്റെ ചാരത്ത് പോകുകയാ. അതുകൊണ്ടാ തഴവ ഉസ്താദ് പറഞ്ഞത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ പേടിക്കണം. ഖബർ കണ്ടാ കരയണം, ഖബർ കണ്ടാ കരയണം. ഇമാം മാലിക് തങ്ങളുടെ അടിമയാ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് രണ്ട് കയ്യിലും ചങ്ങല കെട്ടിയിട്ട് ഒരു ആയത്തോതിയിട്ട് നിലവിളിക്കുകയാ. ആ പള്ളിപ്പറമ്പിലിരുന്നിട്ട് ഒരായത്തോതിയിട്ട് നിലവിളിക്കുകയാ. ഇന്നലദൈനാ
കാലം വജഹീമാ യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അമിൻ ഖുസ്മിനുഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ ഇന്ന നാസിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതഅൻ വഅഖ്വമു ഖീലാ. ഇങ്ങനെ ഓതി ആ പരിശുദ്ധമായ ഖുർആനിൽ നരകത്തിന്റെ അവകാശികളെ അല്ലാഹു ചങ്ങലയിൽ കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ. ഇന്നലദൈനാ അൻകാലം വജഹീമാ. യായത്തോതിയിട്ടിരുന്ന് നിലവിളിക്കുകയാണ്. ഇമാം മാലിക് തങ്ങൾ ഓടുകയാ, ഇമാം മാലിക് തങ്ങൾ ഓടുകയാ. പടച്ചവനേ, ഈ മനുഷ്യനെയാണല്ലോ കള്ളനെന്ന് വിളിച്ചത്, ഈ മനുഷ്യനെയാണല്ലോ ജനങ്ങൾ തെറ്റിദ്ധരിച്ചത്. ഈ മനുഷ്യൻ എത്ര നല്ല മനുഷ്യനാ അല്ലാഹ്. ഇമാം മാലിക് തങ്ങളും ഖബറിന്റെ ചാരത്ത് വന്നു. രണ്ടുപേരും ഇരുന്നിട്ട് ഈ ആയത്തോതിയിട്ട് കരയുകയാണ്. അവസാനം സുബഹിന്റെ സമയമായി. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഇമാം മാലിക് തങ്ങൾ തന്റെ ചാരത്തിരിക്കുന്ന ഈ അടിമയെ, ഈ മനുഷ്യനെ പോയിട്ട് വിളിക്കുകയാണ്. എഴുന്നേക്കുന്നില്ലടാ ചെറുപ്പക്കാരാ, നെഞ്ചുപൊട്ടിയിട്ട് മരിച്ചു പോയടാ. ആയത്തോതി ഓതി അവിടെ കിടന്നു മരിച്ചു പോയടാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം നിനക്കറിയോ? നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന മഹ്ദി സ്വന്തം കൈകൊണ്ട് കബർ കുടിച്ചു. ആ കബറിനകത്തിരുന്ന് 7000 ഖത്തം ഓതി ഉമ്മ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണിൽ നിന്ന് ഏറ്റവും കൂടുതൽ കണ്ണുനീര് വീണതൊരായത്തോതിയപ്പോഴാ. ഈ ആയത്തോതി കഴിഞ്ഞ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ബോധം കെട്ട് വീഴുമായിരുന്നു. ഇന്നലദൈനാ അൻകാലം വജഹീമാ. നഫീസത്തുൽ മിസ്രിയ ബോധം കെട്ട് താഴെ വീഴുമായിരുന്നു. 30 കൊല്ലം ഖബറിന്റെ അകത്തിരുന്ന മഹദിയാ നഫീസത്തുൽ മിസ്രിയ 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തത് എന്തെന്നറിയോ? അല്ലാഹുവേ, മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണം, എനിക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് മരിക്കണമല്ലാ. സീരിയലിന്റെ നടിയുടെ കഥയല്ല. ഈജിപ്തിൽ പോകുമ്പോ കാണാൻ നഫീസത്തുൽ മിസ്രിയുടെ ഖബർ. അല്ലാഹുവേ, ആ മഹദിയുടെ പൊരുത്തം തരണേ അല്ലാഹ്. നഫീസത്തുൽ മിസ്രിയ 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തത് പണം കിട്ടാനല്ല, വീട് കിട്ടാനല്ല, നല്ല ജീവിതം കിട്ടാനല്ല. സ്വന്തം കൈകൊണ്ട് വീടിനകത്ത് ഖബർ കുടിച്ചു നഫീസത്തുൽ മിസ്രിയ. അല്ലാഹുവേ, ഒരു പ്രവാചകൻ പ്രസംഗിക്കുകയാണ്. സൂറത്തു തകാസുർ, അൽഹാകുമു തകാസുർ ഓതിയിട്ട് അർത്ഥം പറയുമ്പോ നഫീസ ബോധം കെട്ട് വീണോ, നഫീസത്തുൽ മിസ്രിയ ബോധം കെട്ട് വീണോ. എന്നിട്ട് എല്ലാവരും വഴുതുകടിഞ്ഞ് തിരിച്ചുപോയി. ഇപ്പോഴോ ബോധം വന്നപ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിൽ വന്നിട്ട് ആയുധമെടുത്തു. എന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല എടുത്തു മാറ്റിയിട്ട് ഖബർ കുടിച്ചു. പെങ്ങളെ, ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഖബർ കുടിക്കുകയാ. ആരും കാണാതെ രാത്രിയിലാണ് ഖബർ കുടിക്കുന്നത്. പകല് മുഴുവനും നോമ്പുകാരിയാണ്, രാത്രിയിലാണ് ഖബർ കുടിക്കുന്നത്. ഒരുപാട് നാളുകൊണ്ട് തന്റെ വീടിന്റെ അകത്ത് ഖബർ കുടിച്ചു. ഖബർ കുടിക്കുമ്പോഴും നഫീസയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാ. വീടിന്റെ അകത്ത് ഖബർ കുടിച്ചിട്ട് ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് ഉറങ്ങാതെ ഖുർആൻ ഓതുകയാ. ഈ നഫീസത്തുൽ മിസ്രിയ ഖബറിന്റെ അകത്തിരുന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹ്, മരിക്കുമ്പോ എന്നെ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഉറങ്ങാതെ ഖബറിന്റെ അകത്തിരുന്ന് നിസ്കാരവും ഖുർആൻ പാരായണവുമാണ്. മിസ്റിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? എന്തൊരു സൗന്ദര്യമാടാ ചെറുപ്പക്കാരാ. ഗൾഫിൽ പോയിട്ടുള്ളവർക്കറിയാം, മിസ്റിലെ പെണ്ണിന് വല്ലാത്ത ഗ്ലാമറാ. ഈ സുന്ദരിയായ നഫീസത്തുൽ മിസ്രിയോട് വീട്ടുകാര് വന്ന് കരയുന്നു. നഫീസ, കണ്ണു മുഴുവനും കറുത്തല്ലോ, നിന്റെ
കണ്ണിന്റെ കാഴ്ച കുറഞ്ഞല്ലോ, നിന്റെ ശരീരം മുഴുവനും എല്ലും തോലുമായല്ലോ. എങ്ങനെ നടന്നവളാ നഫീസ, എന്തൊരു സുന്ദരിയായിരുന്നു നഫീസ. ഇങ്ങനെ നീ കടന്നാ മരിച്ചു പോകും നഫീസ. എല്ലാ ദിവസവും നീ എന്തിനാ നോമ്പ് പിടിക്കുന്നത്, എന്തിനാ ഉറക്കമൊഴിയുന്നത്? നിനക്ക് വല്ലപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങിക്കൂടെ? നഫീസത്തുൽ മിസ്രിയയെ തന്റെ കുടുംബക്കാര് ഉപദേശിക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞു, 30 കൊല്ലം ഞാൻ അല്ലാഹുവോട് ചോദിച്ചത് രണ്ട് കാര്യമാ. ഒന്ന്, മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം. 2, എനിക്ക് ഖുർആൻ ഓതിയിട്ട് മരിക്കണം. കുടുംബക്കാര് മുഴുവനും പിരിഞ്ഞുപോയി. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ മരണമെടുത്തു. ഓടിച്ചെന്ന് കുളിച്ചുമ്മാ. സ്വന്തമായിട്ട് കുളിച്ചിട്ട് വാങ്ങിവെച്ച കഫൻ തുണിയും എടുത്തുകൊണ്ടുവന്ന് ഖബറിന്റെ ചാരത്ത് കിടന്നു. സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിന്റെ ചാരത്ത് വന്നിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അവിടെന്ന് കിടക്കുകയാ. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ. വന്നിട്ട് പറഞ്ഞു, നഫീസ, അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നഫീസ, നിന്നോട് അല്ലാഹു സലാം പറഞ്ഞിരിക്കുകയാ. നഫീസത്തുൽ മിസ്രിയുടെ റൂഹ് പിടിച്ചു. നഫീസത്തുൽ മിസ്രിയുടെ റൂഹ് പിടിച്ചു. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ. 30 കൊല്ലം അല്ലാഹുവോട് ചോദിച്ചിട്ട് വാങ്ങിച്ചതാ ഉമ്മ. അവിടെന്ന് റൂഹ് വിടുകുമ്പോ രണ്ടാമത്തെ ആഗ്രഹം ഖുർആൻ ഓതി മരിക്കണമെന്നാണ്. അപ്പോഴാണ് ഖുർആൻ എടുക്കുന്നത്. നഫീസത്തുൽ മിസ്രിയ ഖുർആൻ എടുക്കുകയാ. എന്നിട്ട് ഓതിയ ആയത്ത് ഏതെന്നറിയോ? ലഹും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സ്വർഗ്ഗത്തിന്റെ ആയത്ത് ഓതിയിട്ട് നഫീസത്തുൽ മിസ്രി അപ്പോഴാണ് അങ്ങനെ ഖുർആനിന്റെ ആയത്ത് ഓതി ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചതെന്ന് ചരിത്രം പറയുമ്പോ പഠിക്കേണ്ടത് നഫീസയുടെ ചരിത്രമാണ്. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോ കരയാൻ പറ്റുമോ? എല്ലാ സൂറത്ത് ഓതിയിട്ട് കരയണമെന്ന് പറയുന്നില്ല. അൽഹാഖ് മുത്തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ. തരുന്ന പ്രതിഫലം പറഞ്ഞ ദുആ ചെയ്യാ. അല്ലാഹു തരുന്ന പ്രതിഫലം പറഞ്ഞ ദുആ ചെയ്യാ. ഈ സദസ്സിലും കൊണ്ട് തീരുമാനിക്ക്, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഓതും ഉസ്താദ്. ഇന്ന് വരെ വഅദ് കേട്ടതുപോലെയല്ല, ഇന്നൊരു കാര്യം തീരുമാനിക്കുകയാണ് ഉസ്താദേ. ഇൻഷാ അല്ലാഹ് അൽഹാഖ് മുത്തകാസുർ ഓതുന്ന സമയത്ത് ഞങ്ങൾ കരയാ പരിശ്രമിക്കും. കരച്ചല് വരുന്നില്ലേ? ഞങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കാൻ തയ്യാറാ. അല്ലാഹുവേ ഭാഗ്യം തരണേ അല്ലാഹു കരയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു അഭിനയിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾ അഭിനയിക്കൂലേ? ഉറക്കെ പറ ഇൻഷാ അല്ലാഹ്. ഉസ്താദേ, അൽഹാഖ് മുത്തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതുമ്പോൾ കരയാൻ നോക്കും, പറ്റണില്ലേ? അഭിനയിക്കും. കൈപൊക്ക്, പ്രതിഫലം പറഞ്ഞ് പിരിയാ. ഇത് വാഗ്ദാനമാണ്, ഇത് വാക്കാണ്, പാലിക്കണം. അള്ളാന്റെ സ്വർഗത്തിൽ ഇരുന്നിട്ട് എടുക്കുന്ന വാക്കാ. ഇന്നത്തെ ഈ വഅദ് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകണം. നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈമുക്ക്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രതിഫലം എന്തെന്ന് പറയൂ? ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? എനിക്ക് നാളെ കണ്ണൂരാ. നാളെ ഇവിടെ വഅദ് പറയുന്ന ഉസ്താദ് അവിടെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഉമ്മൻ ഉസ്താദ്. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സൂറത്ത് ഓതാം. രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതിയ 1000 ആയത്തോതിയ പ്രതിഫലം കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രാത്രി വീടിന്റെ റൂമിനകത്ത് പോണം. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ബെഡ്റൂമിന്റെ അകത്ത് പോയിട്ട് ഉളുവെടുത്തിട്ട് കിടക്കാൻ വേണ്ടി കട്ടിലിരിക്കുമ്പോ ലൈറ്റ് ഓഫ് ആക്കണം. ലൈറ്റ് ഓഫാക്കിയിട്ട് ആ കട്ടിലിന്റെ മുകളിൽ ഇരുന്നിട്ട് ഈ സൂറത്ത് ഓതണം. അപ്പൊ അറിയാം അതിന്റെ ഫീലിംഗ്. മനസ്സറിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കരയാൻ പറ്റൂല. അഭിനയിച്ചാ മതി. അഭിനയിച്ച് എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ കരയും. നമ്മൾ അഭിനയിച്ച് എന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ കണ്ണ് നിറയും. അതാ ഖുർആൻ.
പ്രതിഫലം എന്തെന്നറിയോ? പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോഴാ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. ആരെന്നറിയോ? ജനിച്ചപ്പോഴേ മുസ്ലിമായിരുന്നില്ല, 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി. 36 38 വയസ്സ്, 8 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം മുസ്ലിമായിട്ട് ജീവിച്ചത്. ഈ സഹാബി മരിച്ചപ്പോ അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങി. അതാ മുസ്ലിം. 56 66 76 വയസ്സുള്ള നീ മരിച്ച ആരുടെയെങ്കിലും അല്ലാഹു അഅലം, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങിയടാ. 6 കൊല്ലം ജീവിച്ചേ, 6 കൊല്ലം. ഈ സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. ആ സഹാബിയുടെ മുഖത്ത് വല്ലാത്ത ഒരു ചിരി. നമ്മൾ പറയൂലേ ഇന്നും ഓർമ്മയില്ലേ സഹോദര? നമുക്കൊക്കെ നമ്മൾ വലിയ വലിയ പണ്ഡിതന്മാർ, അത്തിപ്പറ്റ ഉസ്താദ് ഇവിടെ അടുത്തല്ലേ കിടക്കണേ, നിങ്ങൾ കണ്ടില്ലേ ആ മുഖം? എത്രയോ ഉസ്താദ്. എന്തിനാ അപ്പൊ ഉസ്താദന്മാര് പോണേ? ചില പ്രായമുള്ള വാപ്പമാരും ഉമ്മമാരും മരിച്ചു കിടന്നപ്പോ, ജീവിച്ചിരുന്ന കാലത്ത് ഭർത്താവിന് ഭാര്യയുടെ കൂടെ പോകാറില്ല, ഭാര്യ എവിടെ പോകുമ്പോഴും ഭർത്താവിനെ കൊണ്ടുപോകാറില്ല, മാറി മാറി നടക്കും. എന്തേ? നിങ്ങൾക്ക് സൗന്ദര്യമില്ല എന്റെ കൂടെ വരാൻ. ചില പെണ്ണുങ്ങൾക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞു ഭർത്താവ് ആട്ടി ഓടിക്കും. പക്ഷേ വാപ്പാ, നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് നിന്നെ ആട്ടിയ നിന്റെ ഭാര്യ നീ മരിച്ചതിന് ശേഷം പറയും, എന്റെ കാട മുഖത്ത് എന്തൊരു പ്രകാശമായിരുന്നു, എന്തൊരു ഗ്ലാമറായിരുന്നു. അങ്ങനെ മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പറഞ്ഞു. ചിലരൊക്കെ പറയും, ഉസ്താദേ എന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ചേ, എന്റെ ഉമ്മ ഷഹാദത്ത് കലിമ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദേ, സംസം വെള്ളം കുടിച്ച് ചിരിച്ചോണ്ടാ എന്റെ ഉമ്മ മരിച്ചേ. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിനക്ക് എന്തെങ്കിലും കിട്ടുവാണോ? പോട്ടാ, ഇങ്ങനെ പറഞ്ഞു നടക്കുക. നമ്മളിങ്ങനെ പറയും, പെണ്ണുങ്ങൾ പറയാറുണ്ട്, എന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിനക്കൊന്നും കിട്ടൂല. ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റും. പക്ഷെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയ ഒന്ന്, ഈ സഹാബി മരിച്ചപ്പോ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങി, എല്ലാരും കരഞ്ഞു, ആ സ്വഹാബി ചിരിച്ചു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാരും കരയും. എല്ലാരും ഇന്ന് ചിരിക്കാൻ കാശ് വേണോ? ഒന്ന് ചിരിച്ചേപ്പാ, ഒന്ന് ചിരിക്കറോ, ഒന്ന് ചിരിക്ക്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ആർക്ക് വേണമെങ്കിലും ചിരിക്കാം. പക്ഷെ എപ്പോഴാ ചിരിക്കണ്ടേ? എപ്പോഴാ ചിരിക്കണ്ടേ? അന്തല്ലദീ വലദത്തു ഉമ്മുക ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ലാഹിഖൻ സുറൂറ. എല്ലാരും കരയുന്ന ഒരു ദിവസമുണ്ട്. ഉമ്മ കരയും. എന്റെ ഉമ്മ എന്നോട് എപ്പോഴും പറയും, പ്രസവ വേദനയുടെ വേദനയെന്ന് എന്താ നിന്നെ പ്രസവിച്ചത്? പെണ്ണുങ്ങളൊക്കെ പറയാറില്ലേ? എല്ലാ പെണ്ണുങ്ങളും പറയുന്ന ഒരു ഡയലോഗാ, ഞാൻ നിന്നെ പ്രസവ വേദന മരണവേദനയാണെന്ന് പറയുന്നത്. ചുമ്മാതാ, മരണവേദനയൊന്നുമില്ല പ്രസവത്തിന്. ഉണ്ടോ? ചില പെണ്ണുങ്ങൾക്കൊക്കെ പ്രസവിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. പ്രസവത്തിന് മരണവേദനയില്ല. നിങ്ങൾ മനസ്സിലാക്കുക, പ്രസവത്തിന് മരണവേദനയല്ല, മരണവേദനയുടെ ഒരു അംശമേ ഉള്ളൂ പ്രസവ വേദന. നീ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ എന്റെ വൈഫിനോട് ചോദിച്ചു എങ്ങനെയാണെന്ന്. അവള് പറഞ്ഞു, നേഴ്സുമാര് കയ്യിൽ പിടിക്കുമത്ര അല്ലേ, നേഴ്സുമാരിങ്ങനെ കയ്യും കാലും ഒക്കെ പിടിച്ചു വെക്കും പ്രസവിക്കുന്ന സമയത്ത്. കൂടിപ്പോയ ഒരു 4 5 എത്ര പേരെ ഉണ്ടാകത്തുള്ളൂ എനിക്കറിയില്ല. പക്ഷെ റൂഹ് പിടിക്കുന്ന എത്ര മലക്കാന്നറിയാം. ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയം 3 4 നേഴ്സുമാരും ഡോക്ടറും കയ്യും കാലും പിടിച്ചു വെക്കുമെങ്കിൽ ഒരാളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് പിടിക്കുന്ന മലക്ക് 70,000 മലക്കുകളാണ് കയ്യും കാലും പിടിച്ചു വെക്കണേ. ഒന്ന് ആലോചിക്കേ, 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കും. എടാ ചങ്ങാതി, കോഴിക്കടയിൽ പോയിട്ട് കോഴി അറക്കുന്നത് കണ്ടിട്ട് നീ ഇങ്ങനെ സുഖിച്ചു നോക്കി നിൽക്കും. കാണാൻ നല്ല രസവാ. ചിറകിട്ടടിക്കുന്നുണ്ട്, കാലിട്ടടിക്കുന്നുണ്ട്, തലയിട്ടടിക്കുന്നുണ്ട്, അത് കടന്ന് പിടയുന്നുണ്ട്. എന്തിനാടാ പിടയണേ? മരണവേദന സഹിക്കാൻ പറ്റാതെ അല്ലേ? നമ്മളതിങ്ങനെ നോക്കി രസിച്ച് കാണാൻ നല്ല രസം. പക്ഷെ എന്തുകൊണ്ടാ അത് ചെയ്യണത്? അത് മരണവേദന സഹിക്കാൻ പറ്റാതെയാ ഇത് ചെയ്യണേ. ആ കോഴിക്ക് കയ്യും കാലും തലയും ചിറകും ഇട്ടടിക്കാൻ ഭാഗ്യമുണ്ട്. നിനക്ക് അതിനുപോലും യോഗമില്ല, നിന്നെ വിടൂല അടിക്കാൻ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയോ? നമ്മൾ ജനിച്ചപ്പോ എല്ലാരും ചിരിച്ചു, ഉമ്മയും ബാപ്പയും എല്ലാരും ചിരിച്ചു, ഇബ്ലീസ് വരെ ചിരിച്ചു. പക്ഷേ നമ്മൾ കരയുകയായിരുന്നു. നമ്മൾ കരഞ്ഞപ്പോ എല്ലാരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. എടാ പ്രതികാരം ചെയ്യടാ, വാശിയുള്ളവനല്ലേ, പ്രതികാരം ചെയ്യണം. നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ച നിന്റെ ഉമ്മ, നിന്റെ ഉപ്പ, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ കുടുംബക്കാരൻ, ശപിക്കപ്പെട്ട ഇബ്ലീസ്, സർവ്വരും നീ കരഞ്ഞപ്പോ ചിരിച്ചവരാ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ പ്രതികാരം ചെയ്യും. എങ്ങനെ? ഉമ്മാനെ തല്ലിയിട്ടല്ല, വാപ്പാനെ തല്ലിയിട്ടില്ല, പട്ടിണി കിട്ടിട്ടല്ല. പിന്നെ എപ്പോഴാ അവരെ കരയിപ്പിക്കേണ്ടത്? എടാ, അവര് മുഴുവനും ഒരു ദിവസം കരയും, അന്ന് നീ ചിരിക്കും. ഒരു ദിവസം നിന്നെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഈ സിറാജിനെ എന്റെ വീടിന്റെ ഹാളിന്റെ അകത്ത് ഇങ്ങനെ മലർത്തി കിടത്തും. അന്ന് എന്റെ ഭാര്യ സുമയ്യ കരയും, എന്റെ സിനാനും എന്റെ നഈമും കരയും, എന്റെ കൂടപ്പുറപ്പുകളും എന്റെ കുടുംബക്കാരും എന്റെ കൂട്ടുകാരും എന്നെ സ്നേഹിക്കുന്നവരും മുഴുവനും കരയും. അന്ന് വെള്ള തുണിയുടെ അടിയിൽ കിടന്നിട്ട് ഞാൻ ചിരിക്കണം. അന്നാ ഞാൻ മനുഷ്യനാകുന്നത്. അന്നാടാ നീ ധൈര്യമുള്ളവനാകുന്നേ. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ജനാസ കൊണ്ടിറങ്ങുമ്പോ എന്റെ ഉമ്മ പോലും ചോദിക്കുന്നു, ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കാണുന്നതെന്ന പൊന്നുമോനെ, എന്നെക്കാളും മുമ്പേ നീ പോയല്ലോടാ എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ കൂടപ്പുറപ്പും കരയുന്ന ദിവസം അന്ന് ചിരിക്കണം. അതിന് നീ ഖുർആൻ ഓതിയാ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ ഇന്ന് തീരുമാനിച്ചല്ലോ ഇവിടെ ഇരുന്നു കൊണ്ട് ഉസ്താദേ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഖുർആൻ ഓതാൻ തീരുമാനിച്ചവരെ, ആ ഖുർആൻ ഓതുന്ന സമയത്ത് കരയുമെന്ന് അഭിനയിക്കുമെന്ന് തീരുമാനിച്ചവരെ, നിനക്ക് അല്ലാഹ് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എല്ലാവരും കരയുന്ന ദിവസം നിനക്ക് ചിരിക്കാം. മയ്യത്ത് കാണുന്നവർ കൊതിക്കുകയാണ്, റബ്ബേ എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ അല്ലാഹ്. അങ്ങനെ കാണുന്നവര് മുഴുവനും ആഗ്രഹിക്കുന്ന ഒരു മരണമാണ്. പടച്ചവനെ, രണ്ടാമത്തെ പ്രതിഫലം എന്താ? ചിലരുടെ ജനാസ കൊണ്ടുപോകുമ്പോ മയ്യത്തിന് ഭാരമില്ലല്ലോ. ചിലരുടെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ മയ്യത്തിന് ഭാരമില്ല. മയ്യത്ത് ചുമക്കുന്നവർ തന്നെ അത്ഭുതത്തോടുകൂടി പറയും, ഭാരം തോന്നുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സദസ്സിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തിയ ഉമ്മമാരെ, നിന്റെ മയ്യത്ത് ചുമക്കുന്നതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. അതാ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന സ്വഹാബിയുടെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. മുത്തുനബി തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. ജനാസ ഖബറടക്കിയ സ്വഹാബികൾ പറയുകയാ, നബിയേ യാ റസൂലല്ലാഹ്, മയ്യത്തിന് ഭാരമില്ലായിരുന്നു നബിയേ, തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്നത് ഞങ്ങൾ കണ്ടല്ലോ. ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ 70,000 മലക്കുകൾ വന്നു. സ്വഹാബാ 70,000 മലക്കുകൾ വന്നു. അവിടുന്ന് മയ്യത്ത് ചുമക്കാൻ എനിക്ക് സ്ഥലം കിട്ടിയില്ല. എനിക്ക് കാലിന്റെ തള്ളവിരൽ കുത്താനാ സ്ഥലം കിട്ടിയത്, എനിക്ക് കാല് കുത്താ സ്ഥലം കിട്ടിയില്ല. ആരാ പറയുന്നത്? മുത്തുനബിയാ. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എനിക്ക് തള്ളവിരൽ കുത്തിയിട്ടാ നടക്കാൻ സ്ഥലം കിട്ടിയത്. കാരണം തിരക്കായിരുന്നു. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. ഉമ്മമാരെ, സീരിയൽ കണ്ട് കരയല്ലേ ഉമ്മ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നീ കരഞ്ഞാൽ, ഈ സീരിയൽ കണ്ടിട്ട് കരയുമ്പോ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ പറയുകയാ, കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വഖീല മൻ وظن أنه الفراق والتفت الساق بالساق
അല്ലാഹുവേ മലക്കുകൾ പറയും നിന്നെ കൊണ്ടുപോകാമെന്നതാണ്. ആരെ വേണമെങ്കിലും വിളിച്ചോ, രക്ഷപ്പെടുത്താനുള്ളവരെ വിളിച്ചോ. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണാ അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ കടന്നു വരികയാണ് നിന്റെ ജനാസ ചുമക്കാൻ, നിന്നെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ. പടച്ചവനെ, രണ്ടാമത്തെ പ്രതിഫലമാണ്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കുന്നതിന് വേണ്ടി ഖബർ കുഴിക്കുമ്പോ മണ്ണിന് സുഗന്ധവാ, മണ്ണിന് വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാണ്. മണ്ണിന് പോലും സുഗന്ധമാണ്. ആ ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവസാന ഖബറിന്റെ അടിയിൽ നിന്നും മണ്ണിങ്ങനെ തുടച്ചെടുക്കുകയാണ്. ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചു. ആരും കാണാതെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ ചെന്നപ്പോ സുഗന്ധമടിക്കുകയാണ്. ആ സ്വഹാബിക്ക് വേണ്ടി കുഴിച്ച ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നു. അവസാനം ഖബർ കുഴിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. അവിടെന്ന് ചോദിച്ചു, സഅദേ, നീ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി, നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമായിരുന്നു. നിന്റെ ജനാസ ചുമക്കാൻ മലക്കുകൾ ഇറങ്ങി വന്നിരുന്നു. നിന്റെ ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നു. സഅദേ, എന്ത് ചെയ്തിട്ടാ ഇത് നീ നേടിയത്? ഈ പ്രതിഫലം കിട്ടാ നീ എന്ത് ചെയ്തത്? സഅദ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പും ഞാൻ ഓതിയ ഖുർആനിനും അല്ലാഹ് എനിക്ക് തന്ന പ്രതിഫലമാ. ഞാൻ ഓതിയ ഖുർആനിന് പടച്ച റബ്ബ് എനിക്ക് തന്ന പ്രതിഫലമാ. ഇത് ഖുർആൻ ഓതിയതിന് റബ്ബ് കൊടുത്ത പ്രതിഫലമാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിനെക്കാളും പ്രതിഫലം പറയാൻ എന്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് നിർത്തുകയാ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണുന്നില്ല. പെട്ടെന്ന് ജനങ്ങൾ വീട് മരിച്ചു പോവുകയാണ്. എന്റെ നാട്ടുകാരനായ ഒരു ഉസ്താദ് ഉണ്ടല്ലോ, 36 വയസ്സേ ഉള്ളൂ. കൊറോണ കൂടിയിട്ട് മുഴുവനും ബാധിച്ചിട്ട് അവസാനം ഐസിയുവിനകത്ത് കിടക്കുകയാണ്. ഡോക്ടർമാര് പറഞ്ഞു ഇനി രക്ഷയില്ല, മരണം സംഭവിച്ചു, മരിക്കാൻ പോകുകയാണ്. 2 ചെറിയ മക്കളുണ്ട്. 36 വയസ്സുള്ള ചെറുപ്പക്കാരന് മരണം ഉറപ്പായെന്ന് പറഞ്ഞ ഡോക്ടർമാര് എഴുതി തെള്ളിയപ്പോ ആയുസിനകത്ത് കിടന്ന് കരയുകയാ. അവിടെ കിടന്ന് കരയുകയാണ്. മുസ്ലിമായ ഡോക്ടർക്ക് വിഷമം തോന്നി. അടുത്ത് ചെന്ന് നിന്നിട്ട് സമാധാനിപ്പിച്ചു. ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തു. 36 വയസ്സുള്ള മനുഷ്യൻ ഡോക്ടർമാര് മരിക്കൂന്ന് പറഞ്ഞ് എഴുതിത്തള്ളി. അവസാനം ഹോസ്പിറ്റലിന്റെ ഐസിയുവിനകത്ത് കിടന്ന് കരയുമ്പോ ഡോക്ടർ വിചാരിച്ചു മരിക്കാൻ പേടിച്ചിട്ട് കരയാന്ന്. അടുത്ത് ചെന്ന് നിന്നിട്ട് പറഞ്ഞു, എല്ലാം ദൈവത്തിന്റെ വിധിയാ, ഞങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ മാക്സിമം ഞങ്ങൾ ചെയ്തു, ഇനി ദൈവത്തിന്റെ കയ്യിലാ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുമ്പോൾ ആ 36 വയസ്സുകാരൻ പറഞ്ഞു, ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല, ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല. എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അല്ലാഹ് എന്റെ മരണം എഴുതിയിട്ടുണ്ട്, ഞാൻ പിന്നെ എന്തിനാ കരയണേ? എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. ഡോക്ടർ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, പിന്നെ എന്തിനാ കരയണേ? ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാ. ആ 36 വയസ്സുകാരൻ പറഞ്ഞു, ജീവിതത്തിലൊന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ, മരിക്കാൻ പോവുകയല്ലേ, നന്മകളും കുറവാണല്ലോ. അള്ളാഹുടെ മുന്നിൽ പോകുമ്പോ നിസ്കാരവും നോമ്പും ഖുർആനും ഒക്കെ എടുക്കുമ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ആ സങ്കടം ഓർത്തിട്ട് കരയുകയാണെന്ന് പറഞ്ഞു കഥ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് 40, 46, 50, 56, 60 കൊല്ലമായി, മുടിയൊക്കെ നരച്ചു, മരണത്തിന്റെ എല്ലാ അടയാളവും നിന്നെ തേടി വന്നു. പക്ഷെ നമുക്ക് തോന്നണില്ല, നമുക്കത് ചിന്തയില്ല. ഇന്ന് രാത്രി മരിച്ചുപോയാൽ അല്ലാഹുവേ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, റബ്ബിനോട് ഞാൻ എന്തു പറയും, അല്ലാഹുവോട് ഞാൻ എന്തു പറയും, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്നുള്ള ചിന്ത നമുക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം,
ആ കലാം ഓതുമ്പോ അത് അള്ളാഹുവിന്റെ സംസാരമാണെന്നുള്ള ബോധം നിനക്ക് വേണം. ആ ഖുർആനിനകത്ത് അല്ലാഹുവിന്റെ കലാമ, അതിനകത്ത് അല്ലാഹു ഒരുപാട് ചരിത്രങ്ങളും കഥകളും മുന്നറിയിപ്പുകളും താക്കീതുകളുമാണ് ഈ ഖുർആനിനകത്ത് അല്ലാഹു പറയുന്നത് എന്ന ബോധത്തോടുകൂടി നീ പാരായണം ചെയ്താൽ ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ് നിന്നെ സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഇഷ്ടപ്പെടുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ.